ആക്ച്വലി നല്ല രസമുണ്ടല്ലേ ശരിക്കും കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഇതൊക്കെ ഒരു സമാധാനമാണ് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ. അവിടെ മൊത്തത്തിലൊക്കെ നല്ല രസമായിരിക്കും. ഈ പറഞ്ഞ പോലെ എല്ലാ തിരക്കിൽ നിന്നും മാറിയിട്ട്. അജയ്, നമ്മുടെ ഈ നാട് ഭയങ്കര ഭംഗിയാണല്ലേ. സത്യം. ഭയങ്കര സമാധാനവും കടലും. ഈ കടലിലൊക്കെ ഒന്ന് വന്നിരുന്നാൽ തന്നെ ഭയങ്കര സമാധാനം. അതെ, ഞാനിങ്ങനെ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, ഈ സ്പോട്ടിൽ മൊത്തം നമുക്ക് GK ചോദ്യങ്ങളാണ്. ഒരുപാട് GK ചോദ്യമുണ്ട്. അപ്പം നമ്മൾ ചുറ്റുമുറം നോക്കുമ്പോഴേ ആളുകൾ വിചാരിക്കും ഇത് കടലല്ലേ, മരമല്ലേ, കല്ലല്ലേ. പക്ഷെ ഇന്ന് ആലോചിച്ച് നോക്കി, 1498 ഈ കടലിക്കോടെയാണ് വാസ്കോഡഗാമ വന്നത്. സത്യം. കുറച്ചപ്പുറം മാറി കാപ്പാട് പറയുമ്പോൾ ഇത് കടല് അല്ലേ, മരം, മണൽ. അതായത് ഒരു കോണ്ടിനെന്റിൽ നിന്ന് മറ്റൊരു കോണ്ടിനെന്റിലേക്ക് ആദ്യമായിട്ട് കടൽ മാർഗം കണ്ടുപിടിച്ച ചങ്ങാതിയാ. മൂപ്പര് വന്നിട്ട് ഒരുപാട് ആളുകൾ വന്നു, ബ്രിട്ടീഷുകാർ വന്നു, നമ്മുടെ ഭാവി തന്നെ മാറിപ്പോയില്ലേ. സത്യം. ഇതേപോലെ നമ്മുടെ മരങ്ങൾ നോക്കുക, ബദാം മരം വിട്, ആ മാവ് നോക്കുക, പ്ലാവ് നോക്കുക. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാ, മാവ്, പ്ലാവ് ഇതൊക്കെ ഏത് തരം ഫോറസ്റ്റിലാണ് കാണുന്നത്. അപ്പൊ കേരളത്തിന്റെ ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാ. പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇപ്പൊ നീ ആ ബിൽഡിംഗ് നോക്കി, വെട്ടുകല്ല് കാണുന്നില്ലേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണെന്ന് പറയുന്നത് ലാറ്ററൈറ്റ് സോയിലാണ്. ഈ ലാറ്ററൈറ്റ് സോയിലാണ് വെട്ടുകല്ലെന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ചോദ്യങ്ങളല്ലേ. നമ്മൾ ശരിക്കും ഇങ്ങനെ വേണ്ടേ പഠിക്കാൻ. ഈ അറിവുകളൊക്കെ മത്സര പരീക്ഷകൾക്കും ചോദിക്കുന്നതല്ലേ. മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാധനമാണ്. സയൻസും ഇങ്ങനെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചുറ്റും നോക്കിയാൽ കാണാൻ. എന്തൊക്കെയാ കാണാൻ പറ്റുന്നത്? മറ്റേ ഉപ്പിലിട്ട വെള്ളം കണ്ടോ? അത് ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറയും. എന്തുകൊണ്ട് ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറയും. അപ്പൊ ഇത് SSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ഉപ്പുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ നിന്ന് ഫ്ലൂയിഡ് പുറത്തേക്ക് പോവുകയാണ്. കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് എവിടെയാണെന്ന് നോക്കിയിട്ട് ഫ്ലൂയിഡ് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ആ ഒരു സൊല്യൂഷന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാറ്റ്, ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്, അത് കൺവെക്ഷൻ കറണ്ടിന്റെ ഭാഗമായിട്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചുറ്റിലും നോക്കിക്കഴിഞ്ഞാൽ തന്നെ മത്സര പരീക്ഷകൾക്കുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ശരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അതായത് നമ്മളിങ്ങനെ കാണാതെ എന്തെങ്കിലും പിള്ളേരെ പഠിപ്പിക്കുന്നതിനേക്കാളും പകരം ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണിച്ച് പഠിപ്പിക്കാൻ പറ്റും. സത്യം. നമ്മുടെ ഉള്ളത് തന്നെ വെച്ച് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ സത്യം നല്ല രീതിയിൽ പിള്ളേർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു സിനിമ കാണുന്ന പോലെയാ ആ സിനിമ ജയിക്കുന്നത് ആ ഓഡിയൻസിന് ഇമോഷണലി കണക്ട് ആകുമ്പോഴാണ്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളായിട്ട് അവർക്ക് കണക്ട് ആവണം. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമ്മൾ ഏതായാലും GK ബൂസ്റ്ററിന്റെ പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്യാം. SSCക്ക് RRBക്ക് ഉള്ള ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷകൾക്കും ആ ബാച്ച് കൊണ്ട് ഗുണം കിട്ടുകയും ചെയ്യും. കോഴിക്കോടിലെ കുറേ ഹിസ്റ്ററിയും പൊളിറ്റിയും ജോഗ്രഫിയും ഞാൻ ചോദിക്കാം. കോഴിക്കോടിൽ ഈ ചുറ്റുമുറം കാണുന്ന കുറേ സയൻസ് നീ ചോദിക്കുക. ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ലല്ലലം പാടുന്ന ആളുകൾക്ക് എത്ര പേർക്ക് ഇത് അറിയാമെന്ന് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കിയാലോ? നോക്കാം. ചേട്ടാ, നമ്മൾ സൈലത്ത് നിന്ന് തന്നെ അപ്പം ഞങ്ങളിങ്ങനെ കോഴിക്കോട് ബീച്ച് പരിസരത്തെ GKയിലെ ഒരു ക്വസ്റ്റ് നടത്തുകയാണ്. കോഴിക്കോടിനെ സംബന്ധിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു സയൻസിൻ്റെ ചോദ്യം തന്നെ ചോദിക്കാം. ഇപ്പോൾ കടൽ നല്ല മനോഹരമായിട്ടുള്ള നിറമെന്നറിയാം. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ള പ്രതിഭാസം റിഫ്രാക്ഷൻ സ്കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്രമായിട്ടുള്ള നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ള കാര്യങ്ങളാണ്. ആദ്യമായിട്ട് കടൽ മാർഗം കേരളത്തിലേക്ക് വഴി കണ്ടുപിടിച്ച വ്യക്തി പോർച്ചുഗീസുകാരനാണ്. കേരളം, ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെയാണ്. അത് ഏത് വ്യക്തിയാണെന്നുള്ളത് അറിയാമോ? അത് വാസ്കോഡഗാമയാണ്. എവിടെ വന്ന് കപ്പൽ ഇറങ്ങിയത്? കാപ്പാടാണോ കപ്പൽ ഇറങ്ങിയത്? മൂപ്പര് ഏത് വർഷമാണ് വന്നതെന്ന് അറിയാമോ? നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം. ഏത് വർഷമാണ് വാസ്കോഡഗാമ വന്നത്? വാസ്കോഡഗാമ 1498 ആണെന്ന് തോന്നുന്നു. 1498. അടിപൊളി. അപ്പോൾ 3 കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞത് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഏത് നാട്ടുകാരനാണ് പോർച്ചുഗീസുകാരൻ, വന്ന വ്യക്തിൻ്റെ പേര്, വന്ന വർഷം. അപ്പോൾ സ്കാറ്റർ കാരണമാണ് ഈ ഒരു നീല നിറം വരുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടുപിടുത്തത്തിന് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള സയൻറ്റിസ്റ്റ് തന്നെയാണ് നോബൽ സമ്മാനം കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പേര് CV രാമനാണ്. കറക്റ്റ് ആൻസർ CV രാമനാണ്. ഇനി മറ്റൊരു ചോദ്യം, കോഴിക്കോടുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. കോഴിക്കോടുള്ള ഒരു വ്യക്തി ഇന്ത്യൻ പാർലമെന്റിലുണ്ട്. ആളുടെ പേരറിയാമോ? PT ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന PT ഉഷ. നമ്മുടെ രാജ്യസഭയിൽ 245 അംഗങ്ങളുള്ളത്. അതിൽ 233 പേരെ ഇൻഡയറക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കും. 12 പേരെ നമ്മുടെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യും, നാമനിർദ്ദേശം ചെയ്യും. അങ്ങനെ എത്തിയ ഒരാളാണ് PT ഉഷ എന്ന് പറയുന്നത്. അപ്പോൾ കോഴിക്കോടിനെ പറ്റി ചോദിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങളെല്ലാം തൃശ്ശൂരുകാരായതുകൊണ്ട് തൃശ്ശൂരിനെ പറ്റി ഒരു ചോദ്യം ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും പഴയ മുസ്ലിം പള്ളി എന്ന് പറയുന്നത് തൃശ്ശൂരാണെന്നാണ് പറയുന്നത്. അതേതാ പള്ളി? ചേരമാൻ ജുമാ മസ്ജിദാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ ക്രിസ്ത്യൻ പള്ളി എന്ന് പറയുന്നതും തൃശ്ശൂരാണെന്ന് തന്നെയാണ് പറയുന്നത്. അതും കൊടുങ്ങല്ലൂർ തന്നെയാണ്. കൊടുങ്ങല്ലൂർ അടുത്താണ്. സെന്റ് തോമസ് പണിയിപ്പിച്ച പാലൂർ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തുള്ള പള്ളിയാണ്. എന്തുകൊണ്ടായിരിക്കും? അതായത് ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന സൗദി അറേബ്യ എന്ന് തോന്നുന്നു, ക്രിസ്ത്യാനിറ്റിയും ഒരു വെസ്റ്റ് ഏഷ്യ എന്ന് വരുന്നത്. ഇവരെല്ലാവരും കൂടി തൃശ്ശൂർക്ക് വരാനുള്ള കാരണം എന്തായിരിക്കും? തുറമുഖം. ഏത് തുറമുഖമാണ്?
മുസിരി എന്ന് പറയുന്ന മുസിരിസ് തുറമുഖമായിരുന്നു. ഈ മുസിരിസ് ഒരു പ്രധാനപ്പെട്ട രാജവംശത്തിൻ്റെ ഒരു തുറമുഖമായിരുന്നു. ഏതായിരുന്നു രാജവംശം എന്നറിയോ? ഒരു തമിഴ്, അതാണ് ചേരമാൻ എന്നുള്ള പേര് വന്നത്. അപ്പോൾ അതാണ് തൃശ്ശൂരിൻ്റെ പ്രധാനപ്പെട്ട ചരിത്രം എന്ന് പറയുന്നത്. കോഴിക്കോടേക്ക് വരുമ്പോൾ ഈ അറബിക്കടൽ വഴിയിട്ടാണ് ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടെത്തിയത്. വാസ്കോ ഡ ഗാമ ഏത് നാട്ടുകാരനാ? പോർച്ചുഗീസുകാർ. ഏത് വർഷമാണ് മൂപ്പര് എത്തിയത്? 1498. മെയ്. അതിലൊരു മാറ്റമുണ്ട്. എന്നാലും മെയ് മാസമാണ് മൂപ്പര് വന്നത്. നമ്മുടെ നാട്ടിലെ റോഡിനൊക്കെ ഈ നാട്ടിൽ തന്നെയുള്ള ആളുകളുടെ പേരല്ലേ? ഇപ്പം മഹാത്മാഗാന്ധി റോഡ് അല്ലെങ്കിൽ വാലങ്കേ നായർ റോഡ് എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ബീച്ചിലേക്ക് തിരിയുന്ന വഴിക്ക് ഒരു റോഡുണ്ട്. അഫനാസി നികിതിൻ എന്നാണ് റോഡിൻ്റെ പേര്. അഫനാസി നികിതിൻ റോഡ്. അപ്പോൾ പേര് കേട്ടിട്ടൊരു മലയാളിയാണെന്നോ ഒരു ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നുണ്ടോ? അതായത് വാസ്കോ ഡ ഗാമയുടെ കാര്യം ചേട്ടൻ പറഞ്ഞില്ല, 1498 വന്നു. വാസ്കോ വരുന്നതിനും കുറേ വർഷങ്ങൾ മുന്നേ കേരളം സന്ദർശിച്ച, ഇന്ത്യ സന്ദർശിച്ച ഒരു വിദേശിയാണ്. കടൽ മാർഗ്ഗം അല്ല, നമ്മൾ കരമാർഗ്ഗം. റഷ്യയാണ്. റഷ്യയാണ്. അടിപൊളിയാണ് കേട്ടോ. അടിപൊളിയാണ്. അതായത് 98 വാസ്കോ വന്നില്ലേ, ഇപ്പോൾ ഏകദേശം 1472 വന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞൊരു 550 വർഷം കഴിഞ്ഞപ്പോൾ 2022 നമ്മുടെ കസ്റ്റംസ് റോഡിൻ്റെ പേര് മാറ്റിയിട്ട് ഈ അഫനാസി നികിതിൻ എന്നുള്ള പേര് കൊടുത്തത്. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. കോഴിക്കോടിനെ ഒരു ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഏജൻസി സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്നൊരു ടാഗ് കൊടുത്തു. അതായത് സാഹിത്യ നഗരം. ഒരുപാട് പേര് വായിക്കുന്ന ഒരുപാട് ലൈബ്രറികളുള്ള ഒരു നാടാണത്. ഈ ഒരു സാഹിത്യ നഗരം എന്നുള്ള പദവി കോഴിക്കോടിന് കൊടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഏജൻസി, ഒരു സംഘടനയാണ്. ഏത് ഏജൻസിയാണ് ആ ടാഗ് കൊടുത്തതെന്ന് അറിയോ? ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന സാധനങ്ങളാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഒരുപാട് ഏജൻസികളുണ്ടല്ലോ. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ, പിന്നെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF, WHO എന്നൊക്കെ പറയുന്നത്. അതുപോലൊരു യുനെസ്കോ ആണ് പറഞ്ഞത്. യുനെസ്കോ എന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഓർഗനൈസേഷനാണ് പ്രഖ്യാപിച്ചത്. നമ്മുടെ ലോക പൈതൃക കേന്ദ്രങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്ന, അതുപോലെ ഒരുപാട് സാധനമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള കൂടിയാട്ടം എന്നൊക്കെ പറഞ്ഞ കലാരൂപമല്ലേ, അതൊക്കെ യുനെസ്കോയുടെ ഒരു ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പശ്ചിമഘട്ടമില്ലേ, വെസ്റ്റേൺ ഗാട്സ്, അത് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട്. ഇതേ യുനെസ്കോ പ്രഖ്യാപിക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. അതാണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ, ലോക പൈതൃക കേന്ദ്രങ്ങൾ, ലോക പൈതൃക പട്ടിക എന്ന് പറയും. ഈ ലോക പൈതൃക പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സൈറ്റ്, അത് കോഴിക്കോടുണ്ട്, അത് തൃശ്ശൂരുണ്ട്, അത് കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലകളിലുണ്ട്. അത് ഏതാ സൈറ്റ് എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിൽ നിന്ന് ഒരേ ഒരു സൈറ്റ്, ഇന്ത്യയിൽ 44 സൈറ്റുകളുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്ന് ഒരേ ഒരു സൈറ്റേ ഉള്ളൂ. അത് ഇത്രയും ജില്ലകളുണ്ട്. അത് ഏതാണെന്ന് പറയാൻ പറ്റുമോ? പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗാട്സ്. അപ്പോൾ ഒരു കൾച്ചറൽ സൈറ്റ് കേരളത്തിൽ നിന്ന് വന്നിട്ടില്ല. പശ്ചിമഘട്ടം എന്ന് പറയുന്ന ഒരു നാച്ചുറൽ സൈറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അത് നമ്മുടെ കോഴിക്കോടുണ്ട്, നമ്മുടെ വയനാട് ചുരം, ആനമുടി, ഈ കാണുന്നതൊക്കെ എല്ലായിടത്തും ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ്. ഫറൂഖ് സിറ്റി ഇല്ലേ, ഫറൂഖ് അറിയാലോ? ഫറൂഖിന് ഫറൂഖ് എന്ന് പേരിട്ടത് ആരാന്നറിയോ? വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. സാമൂതിരിയുടെ കാലഘട്ടത്തിൽ മൂപ്പരുടെ അച്ഛനും ആ പ്രദേശം കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് ഉൾപ്പെടെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് കോട്ട മൂപ്പരുടെ സൈഡിലേക്ക് പോയിട്ടുണ്ട്. വയനാട് ഭാഗം മൂപ്പരുടെ കീഴിൽ വന്നിട്ടുണ്ട്. അങ്ങനെ മലബാർ ഭാഗത്ത് മൂപ്പരുടെ തലസ്ഥാനമായിട്ടാണ് മൂപ്പര നഗരത്തിന് പേരിടുന്നത്. മലബാർ ഭാഗം മൂപ്പര് കീഴ്പ്പെടുത്തി. തിരുവിതാംകൂറായിട്ട് മൂപ്പർക്ക് യുദ്ധം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരായിട്ട് അത്ര നല്ല ബന്ധമായില്ലായിരുന്നു. ബ്രിട്ടീഷുകാരായിട്ടുള്ള യുദ്ധത്തിലാണ് മൂപ്പര് കൊല്ലപ്പെടുന്നത്. പാലക്കാട് ഭാഗം, വയനാട് ഭാഗമൊക്കെ മൂപ്പരുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ, പിന്നെ മൂപ്പരുടെ അച്ഛൻ ഹൈദരാലി, രണ്ടും കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. മൂപ്പരുടെ ക്യാപിറ്റലായിട്ടാണ് ഫറൂഖാബാദ് എന്നൊരു സിറ്റിയാണ്. ഫറൂഖാബാദാണ് പിൽക്കാലത്തെ പേര് ചുരുങ്ങി ഫറൂഖ് എന്നുള്ള ഒരു സിറ്റി ആയത്. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. ഇത്രയും അറിയാവുന്ന ഒരാൾ. ചേച്ചി അഭിമാനം വേണം കേട്ടോ. ശരി. നമ്മുടെ ഈ ഐശ്വരണ്ടി ഇല്ലേ, കോഴിക്കോടത്തെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഐശ്വരണ്ടി, ഇതിനൊരു വല്ലാത്ത ചരിത്രമുണ്ട്. അതെന്താ നിനക്കറിയോ? ഐശ്വരണ്ടിയുടെ ചരിത്രം അറിയോ? നമുക്ക് വാങ്ങിയതിനു ശേഷം സംസാരിക്കാം. ചേട്ടാ, 2 ഐശ്വരണ്ടി. ഈ ഐശ്വരണ്ടി ഇല്ലേ, ഈ ഐശ്വരണ്ടിക്ക് ഒരു ഭയങ്കര ചരിത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്പൂൺ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഇളക്കുക, എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് തിന്നുക. അല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് ചരിത്രമൊന്നുമില്ല. ഞാൻ കഴിച്ചോ. ഈ SSC RRB കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട്, സിലബസിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പോർഷൻ, പഠിച്ചാൽ തീരില്ല എന്ന് പറയുന്ന പോർഷൻ ജനറൽ അവയർനെസ് ആണ്. അതിനൊരു വാക്ക് പറയല്ലോ, ബാലികറാമല. പക്ഷെ നമ്മുടെ ചുറ്റുംപുറം ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതേ ജനറൽ അവയർനെസ് ആണ്. നമുക്ക് ചുറ്റും ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ഇന്ററാക്ഷൻസിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അങ്ങനെ കണക്ട് ചെയ്ത് മാത്രമേ ഇത് പഠിക്കാൻ സാധിക്കുള്ളൂ. കാണാതെ പഠിച്ച് ഒരു ലിമിറ്റ് ഉണ്ട്, കാണാതെ പഠിച്ച് തീർക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു GK ഓറിയന്റഡ് ബാച്ച് എന്ന് പറയുമ്പോൾ ജനറൽ അവയർനെസിന് കീഴിൽ വരുന്ന ഹിസ്റ്ററി, പോളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, സയൻസിൽ വരുന്ന
ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സ്റ്റാറ്റിക് GK ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ GK ബൂസ്റ്റർ ബാച്ച്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് GK ബുദ്ധിമുട്ടായിട്ട് മാറില്ല. എത്രയും പെട്ടെന്ന് GK ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക, എത്രയും പെട്ടെന്ന് ഇഷ്ടമുള്ള ഒരു ജോലിയിലേക്ക് എത്തുക. പിന്നെ കാണാം.